പ്ലസ് ടു കെമിസ്ട്രി 2017 മാർച്ച് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 8 ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഈസ്. ബെൻസീൻ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ. ക്ലോറോബെൻസീൻ, ഫീനോൾ, ബെൻസാൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ് ഇത്രയായിരുന്നു ഓപ്ഷൻ തന്നിരുന്നത്. ആൻസർ ഈസ് ബെൻസാൽഡിഹൈഡ്. ഇനി ഇത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ യൂണിറ്റ് 8 ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, അതായത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. വെൻ ബെൻസീൻ ഓർ ഇറ്റ്സ് ഡെറിവേറ്റീവ് is treated with carbon monoxide and hydrogen chloride in the presence of anhydrous aluminum chloride or cuprous chloride, it gives benzaldehyde or substituted benzaldehyde. അപ്പോൾ അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് ഗട്ടർമാൻ കോച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് ടൊലുവിൻ ടു ബെൻസോയിക് ആസിഡ്? ബെൻസീൻ റിംഗിൽ CH3 വന്നാൽ ടൊലുവിൻ, ബെൻസീൻ റിംഗിൽ COH വന്നാൽ ബെൻസോയിക് ആസിഡ് നമുക്കറിയാം. അപ്പോൾ എങ്ങനെ നമുക്ക് ടൊലുവിനെ ബെൻസോയിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് carboxylic acids from alkyl benzenes എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. aromatic carboxylic acids can be prepared by the vigorous oxidation of alkyl benzenes with chromic acid or acidic or alkaline potassium permanganate. The entire side chain is oxidized to the carboxyl group irrespective of the length of the side chain. Primary and secondary alkyl groups are oxidized in this manner while tertiary groups is not affected. Suitably substituted alkenes are also oxidized to carboxylic acid with these oxidizing agents. അപ്പോൾ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻസ് ഉപയോഗിച്ച് വിഗറസ് ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കൈൽ ബെൻസീൻസിലെ ആൽക്കൈൽ ഗ്രൂപ്പിനെ നമുക്ക് COH ഗ്രൂപ്പാക്കി മാറ്റി നമുക്ക് ബെൻസോയിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് റിയാക്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട റിയേജൻസ് ഏതൊക്കെയാണ്? ക്രോമിക് ആസിഡ്, അസിഡിക് ഓർ ആൽക്കലൈൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ ഇക്വേഷൻസ് കൂടി പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് ബെൻസോയിക് ആസിഡ് ടു ബെൻസമൈഡ്? ബെൻസീൻ റിംഗിൽ COH വന്നാൽ അത് ബെൻസോയിക് ആസിഡ്, ബെൻസീൻ റിംഗിൽ CONH2 വന്നാൽ ബെൻസമൈഡ് ആണ്. അപ്പോൾ എങ്ങനെ ഈ കൺവേർഷൻ നടത്താം? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കാർബോക്സിലിക് ആസിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻ വിത്ത് അമോണിയ ആണ് ടോപ്പിക്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അതിൽ? കാർബോക്സിലിക് ആസിഡ് റിയാക്ട് വിത്ത് അമോണിയ ടു ഗീവ് അമോണിയം സോൾട്ട് വിച്ച് ക്യാൻ ഫർദർ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഗീവ് അമൈഡ്സ്. അപ്പോൾ ആദ്യം അമോണിയ കാർബോക്സിലിക് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം സോൾട്സ് കിട്ടും. അതിനെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ ഉയർന്ന ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അമൈഡ്സ് കിട്ടും. അപ്പോൾ 2 എക്സാമ്പിൾ എടുത്ത് തന്നിട്ടുണ്ട്. അസറ്റിക് ആസിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുന്ന അസറ്റമൈഡും പിന്നെ ബെൻസോയിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെൻസമൈഡും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ താലിക് ആസിഡ്, ബെൻസീൻ റിംഗിൽ 2 COH ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടാണ് ഈ താലിക് ആസിഡ്. താലിക് ആസിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ താലമൈഡും കിട്ടുന്ന റിയാക്ഷൻ തന്നിട്ടുണ്ട്. അത് ഇതുവരെയൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ എൻട്രൻസ് എക്സാമിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പനോയിക് ആസിഡ് ടു പ്രൊപ്പനോൾ? അപ്പോൾ COH ഗ്രൂപ്പുള്ള കാർബോക്സിലിക് ആസിഡിനെ നമ്മളെങ്ങനെ ആൽക്കഹോളാക്കി മാറ്റാം? അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് റിഡക്ഷൻ ആണ്, റിയാക്ഷൻ അറിയാം. അപ്പോൾ ഇനി റിഡക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയാജൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് ഏത് ടോപ്പിക്കിൽ വരുന്നതാണ്? റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് വരുന്നതാണ്. റിഡക്ഷൻ, കാർബോക്സിലിക് ആസിഡ്സ് ആർ റെഡ്യൂസ്ഡ് ടു പ്രൈമറി ആൽക്കഹോൾസ് ബൈ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഓർ ബെറ്റർ വിത്ത് ഡൈബോറൈൻ. അപ്പോൾ റെഡ്യൂസിംഗ് ഏജൻസ് ഏതൊക്കെയാണ്? ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡൈബോറൈൻ ഉപയോഗിക്കാം. ഡൈബോറൈൻ ഡസ് നോട്ട് ഈസിലി റെഡ്യൂസ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് സച്ച് ആസ് എസ്റ്റർ, നൈട്രോ, ഹാലോ. നൈട്രോ, എസ്റ്റർ, ഹാലോ ഗ്രൂപ്പുകളെയൊന്നും നമ്മുടെ ഡൈബോറൈൻ ഈസിലി റെഡ്യൂസ് ചെയ്യില്ല, പക്ഷേ COH ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോഡിയം ബോറോഹൈഡ്രേറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ദി കാർബോക്സിൽ ഗ്രൂപ്പ്. സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ത് ചെയ്യില്ല? അത് റെഡ്യൂസിംഗ് ഏജന്റ് ആണ്, പക്ഷേ എന്ത് ചെയ്യില്ല? കാർബോക്സിൽ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അതൊന്നും എഴുതാൻ പറ്റില്ല. ഏതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ? ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് എഴുതാം, അല്ലെങ്കിൽ ഡൈബോറൈൻ എഴുതാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിരുന്നു, ഹൗ വിൽ യു കൺവേർട്ട് അസറ്റിക് ആസിഡ് ടു അസറ്റിക് അൺഹൈഡ്രേറ്റ്? അസറ്റിക് ആസിഡിനെ എങ്ങനെ അസറ്റിക് അൺഹൈഡ്രേറ്റ് ആക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഡീഹൈഡ്രേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അൺഹൈഡ്രേറ്റ് ഉണ്ടാകും. ഇനി അൺഹൈഡ്രേറ്റ് ഉണ്ടാകാൻ വേണ്ടി ഡീഹൈഡ്രേഷന് ഉപയോഗിക്കുന്ന റിയേജൻസ് ഏതൊക്കെയാണ്? കാർബോക്സിലിക് ആസിഡ്സ് ഓൺ ഹീറ്റിംഗ് വിത്ത് മിനറൽ ആസിഡ്സ് സച്ച് ആസ് സൾഫ്യൂരിക് ആസിഡ് ഓർ വിത്ത് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് P2O5 ഗീവ് കറസ്പോണ്ടിങ് അൺഹൈഡ്രേറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. 2 അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എഥനോയിക് ആസിഡ് ചേർന്നിട്ട് എന്താകും? വാട്ടർ മോളിക്യൂൾ പോയിട്ട് അവിടെ എന്തുണ്ടാകും? അസറ്റിക് അല്ലെങ്കിൽ എഥനോയിക് അൺഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉണ്ടാകുന്നതാണ് റിയാക്ഷൻ.